2-3 ദിവസമായിട്ട് എനിക്ക് മുഖം വയ്യാത്തതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു മൂകതയായിരുന്നേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി അടപ്പത്ത് അരിയൊക്കെ ഇട്ടപ്പോഴത്തേക്കും മനസ്സിനൊക്കെ ചെറിയൊരു സമാധാന സന്തോഷമൊക്കെ തോന്നിയേ. അപ്പം വേറെ ഒന്നുമല്ല, പ്രഷർ കുറവാണ് എനിക്ക്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഒരു നാരങ്ങയൊക്കെ എടുത്ത് അത് പിഴിഞ്ഞു കുടിക്കാനുള്ളത് അത്ര പാടില്ല. ഞാൻ മോക്ക് വേണമെന്ന് ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉപ്പിട്ട് സംഭവം സെറ്റ് ചെയ്ത്. വേണമെന്ന് വെച്ചാൽ വേറെ കൊണ്ടല്ലേ, അവൾക്ക് പഞ്ചാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കുടിക്കുന്ന കണ്ടിട്ട് ഒരു കവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ച് ഓടുകയാണെങ്കിൽ തുപ്പാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. അവൾക്ക് പുളിയും ഉപ്പൊന്നും അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴത്തേക്കും ഒരു ഇച്ചിരി ആശ്വാസമൊക്കെ വീണ്ടും മനസ്സിന് തോന്നി. അപ്പോഴത്തേക്കും ഗ്യാസ് എടുക്കാൻ വേണ്ടി ഓട്ടോ വന്ന് ഞാനും മോള് റെഡിയായി ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയേ. വൈദപ്പൻ എൻ്റെ കൂടെ ഒരുങ്ങി വരുമ്പോഴേ അറിഞ്ഞൂടെ അവൾ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിൽ എൻ്റെ കൂടെ ഓടി വരുന്നതെന്ന്. പിള്ളേരും കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു വഴിക്ക് പോയി അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ നമുക്കും ഒരു സമാധാനക്കേടല്ലേ. എന്തായാലും ഗ്യാസൊക്കെ തിരിച്ചു പോരാറായപ്പോഴത്തേക്കും അവൾ പറഞ്ഞ 2-3 പലഹാരങ്ങളൊക്കെ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തേ. ഇവിടുന്ന് കുറച്ച് ലിസ്റ്റ് എടുത്തിട്ട് സംഭവം പോയത് തന്നെ. വാങ്ങിക്കൊടുത്തപ്പോഴത്തേക്കും അവൾ ഹാപ്പിയായി. അപ്പോൾ വീട്ടിൽ വന്ന് ഇനി ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നൊരു ഉണ്ട്. അപ്പോൾ ഗ്യാസ് എടുത്ത് പൊക്കാനുള്ളൊരു ആരോഗ്യം എനിക്കില്ല. ടൈലായതുകൊണ്ട് ഒരുപാട് നമുക്ക് ബലം പ്രയോഗിക്കാനും പറ്റത്തില്ല. പെയ്യെ ഉരുട്ടി അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ എന്തായാലും സംഭവം സെറ്റ് ചെയ്ത ഒരു വിധം ഞാനപ്പോൾ അത് കത്തിച്ച് നോക്കാതെ കത്തിച്ചും കൂടെ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഞാൻ ഹാപ്പിയായി. എന്തായാലും അതിന് ഇടയ്ക്ക് എന്തൊക്കെയോ കരടുള്ള പോലെ എനിക്ക് തോന്നി. എന്തായാലും അതൊക്കെ ഊതിയെടുത്ത് കളഞ്ഞ് എന്തായാലും ഞാനതൊന്നും കൂടെ സെറ്റ് ചെയ്ത് അത് കത്തിച്ച് നോക്കിയപ്പോഴത്തേക്കും തീ കണ്ടപ്പോൾ ഒരാശ്വാസമായി. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം.